ജീവിതം ഒരു തമാശയാണ്. ഒന്നുമില്ലാതെ വരുന്നു, എല്ലാത്തിനും വേണ്ടി മത്സരിക്കുന്നു, അവസാനം ഒന്നുമില്ലാതെ തിരിച്ചു പോകുന്നു. നഷ്ടങ്ങളെല്ലാം നല്ല ഓർമ്മകളാക്കുക, പരീക്ഷണങ്ങളെല്ലാം നല്ല പാഠങ്ങളാക്കുക, നേട്ടങ്ങളെല്ലാം നല്ല വിജ്ഞാനമാക്കുക. ഒന്നും ശാശ്വതമല്ല എന്ന അറിവോടെ ജീവിതം മനോഹരമാക്കുക. വിശ്വസിച്ചൊരു രഹസ്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും പുറംലോകമറിയാതെ സൂക്ഷിക്കാൻ കഴിവുള്ള ചിലരുണ്ട്. അത്രമേൽ ഭാഗ്യമുള്ളവർക്ക് മാത്രം കൂട്ടായി കിട്ടുന്ന അപൂർവം ചിലർ. കെണിയിൽ ഇരവെച്ച് എലിയെ പിടിക്കാനാകും, പക്ഷേ ഉപ്പുപാത്രത്തിന് മുകളിൽ പഞ്ചസാര എന്നെഴുതി ഉറുമ്പിനെ പറ്റിക്കാനാകില്ല. നിങ്ങൾ ജീവിക്കുന്ന ജീവിതത്തെ സ്നേഹിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കുക. പഠിക്കുക. 6 വാക്കിൽ ഉത്തരമെഴുതാനല്ല, തിരിച്ച് ഒരു ചോദ്യമെങ്കിലും ചോദിക്കാൻ. കൂട്ടിനാരും ഇല്ലാതാകുമ്പോൾ മാത്രം നമ്മളെ തേടി വരുന്ന ചിലരുണ്ട്. എന്നിട്ടൊരു ചോദ്യമാണ്, നമ്മളെയൊക്കെ മറന്നു അല്ലേ? മനസ്സിൽ ഒളിപ്പിച്ചതിനെ മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യരെയാണ് പ്രിയപ്പെട്ടവരെന്ന് വിളിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പുറത്തുള്ള ആൾക്ക് തോന്നണം താൻ സ്നേഹിക്കപ്പെടുന്നുവെന്ന്. എല്ലാം ശരിയാകും എന്നത് വിശ്വാസം, എല്ലാം ശീലമാകും എന്നത് യാഥാർത്ഥ്യം. നമുക്ക് വിലയില്ലാത്ത ഇടങ്ങൾ നമ്മുടേതല്ലാത്ത ഇടങ്ങളാണ്. ധീരമായി ഉപേക്ഷിക്കുക, അന്തസ്സായി ജീവിക്കുക. ആർക്കും കൊടുക്കാത്തൊരു സ്നേഹം നമ്മളൊരാൾക്ക് നൽകുമ്പോൾ ആരും തരാത്തൊരു സങ്കടം തിരിച്ചു തരാനുള്ള അവസരം കൂടിയാണ് അയാൾക്ക് നൽകുന്നതെന്ന് ഓർത്തു വെക്കണത് നല്ലതാണ്. ജീവിതം സൈക്കിൾ പോലെ ആവണം. ആരൊക്കെ എവിടുന്ന് ചവിട്ടിയാലും മുന്നോട്ട് പോകണം. അവസാനിപ്പിച്ച് പോയ ബന്ധങ്ങളെ പറഞ്ഞു തിരുത്തി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ പൊട്ടിയ കണ്ണാടി ചേർത്ത് ഒട്ടിക്കുന്നത് പോലെയാണ്. എത്രയൊക്കെ നന്നായി ഒട്ടിച്ചാലും പഴയ ഭംഗി തിരിച്ചു കിട്ടണമെന്നില്ല. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ വലിയൊരു കഴിവ്. മനസ്സിലാക്കിയാലും മനസ്സിലാവാത്ത പോലെ പെരുമാറാൻ കഴിയുന്നു എന്നതാണ് മനുഷ്യൻ്റെ അതിലും വലിയ കഴിവ്. നിൽക്കാൻ പഠിപ്പിച്ച അമ്മയെ വീഴാതെ നോക്കേണ്ടതും തല ഉയർത്തി പഠിപ്പിച്ച അച്ഛനെ തല കുനിക്കാതെ നോക്കേണ്ടതുമാണ് മക്കളായ നമ്മുടെ കടമ. കുറവുകൾ അറിഞ്ഞ് ജീവിക്കുന്നവർക്കാണ് വിജയം. ചിലത് കാണാതിരുന്നാൽ, ചിലത് കേൾക്കാതിരുന്നാൽ, ചില സ്ഥലങ്ങളിൽ മൗനം പാലിച്ചാൽ ജീവിതം മനോഹരമാകും. ചില നഷ്ടങ്ങൾ നല്ലതിനായിരുന്നു എന്ന് കാലം തെളിയിക്കും. അതുണ്ടാക്കിയ മുറിവിൻ്റെ ആഴവും അത് കുറയ്ക്കും. എല്ലാം വീണ്ടും തുടങ്ങുന്നത് ഒരപമാനമല്ല, അത് സാധാരണഗതിയിൽ ഒരവസരമാണ്. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. പലർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത 2 കാര്യങ്ങൾ: പുഞ്ചിരിക്കു പിന്നിലെ സങ്കടവും ദേഷ്യത്തിന് പിന്നിലെ സ്നേഹവും. തിരിച്ചു കിട്ടിയാൽ തിരുത്താമായിരുന്നു എന്ന് തോന്നിക്കുന്ന ഒരു കാലം ഏതൊരാളിലും ഒളിഞ്ഞിരിപ്പുണ്ടാകും, തിരുത്താനാവാതെ. ജീവിതം നിറം മങ്ങുമ്പോൾ ആരൊക്കെയോ നമുക്ക് സമ്മാനിക്കാറുള്ള നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ. അടർന്നു വീഴുന്നത് ഒരു ഇലയാണെങ്കിലും അകന്നു പോകുന്നത് ഒരു തണലാണ്. 1000 പുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠം പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളേക്കാൾ മികച്ചതാവില്ല അവയൊന്നും. നാം ഓരോരുത്തരുടെയും ജീവിതം രാജകീയമാകുന്നത് നമ്മുടെ ചുറ്റുപാടുകളല്ല, മറിച്ച് എന്തിലും തളരാത്ത നമ്മുടെ മനസ്സാണ്. നല്ലൊരു വ്യക്തിയാവുക. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ല. അറിയാതെ പോലും അപരൻ്റെ വീഴ്ചയിൽ ആനന്ദിക്കരുത്. എന്തെന്നാൽ വീഴാൻ പറ്റാത്ത ഉറപ്പൊന്നും നമ്മുടെ പാദങ്ങൾക്കും ജീവിതത്തിനും ഇല്ല. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സ്വയം തനിച്ചാകാതിരിക്കുക എന്നതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ഫേവർ. അർഹതയില്ലാത്ത ഒന്നിനെയും മതിമറന്ന് സ്നേഹിക്കരുത്. അത് നമുക്ക് എന്നും വേദന മാത്രമേ സമ്മാനിക്കൂ.
അസ്വസ്ഥമായ മനസ്സുള്ള ആളുകൾക്ക് വെളിച്ചത്തിൽ പോലും വഴിതെറ്റിപ്പോകുന്നു. അതേസമയം ശാന്തമായ മനസ്സുള്ള ഒരാൾ ഇരുട്ടിലും വഴി കണ്ടെത്തുന്നു.